അല്ല സുഹൃത്തുക്കളെ, കോൺഗ്രസും CPM-ഉം ഇടതുമുന്നണിയുമൊക്കെ ഒരുമിച്ച് നിന്നാൽ വി രാജേഷ് എന്ന യാതൊരു പക്വതയുമില്ലാത്ത, യാതൊരു ബോധവുമില്ലാത്ത തിരുവനന്തപുരം മേയറെ തൂക്കി ദൂരെ കളയാൻ കഴിയുക ഇല്ലെന്ന് ഉണ്ടോ? നിങ്ങൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷത്തെക്കുറിച്ച് ഞാനിട്ട ഒരു വാർത്തയ്ക്ക് താഴെ വന്ന് എന്നെ അന്തം കമ്മിയെന്നും എൻ്റെ കുടുംബക്കാരെ മുഴുവൻ തെറി വിളിച്ച് അഭിഷേകം ചെയ്തല്ലോ. ഞാൻ ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ്? നിങ്ങൾ തിരുവനന്തപുരം നിവാസിയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതുപോലെയാണോ തിരുവനന്തപുരത്ത് നടക്കുന്നത്? നിങ്ങൾക്ക് കുടിവെള്ളം കൃത്യമായി കിട്ടാറുണ്ടോ? കിട്ടാറില്ല എന്ന് പരാതി പറഞ്ഞപ്പോൾ നിങ്ങളുടെ മേയർ എന്താണ് പറഞ്ഞത്? പോയി ജലവിഭവ വകുപ്പിനോട് ചോദിക്കൂ എന്ന് തന്നെയല്ലേ പറഞ്ഞത്? മാലിന്യ കൂമ്പാരങ്ങൾ, തെരുവുനായ ശല്യം, വൈദ്യുതി തകരാറുകൾ, വൈദ്യുതി ലഭ്യമല്ലാത്ത അവസ്ഥ, വെള്ളക്കെട്ട്, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ മേയറോട് ചോദിച്ചപ്പോൾ മേയർ എന്താണ് പറഞ്ഞത്? പോയി പണി നോക്കില്ലേ, ഞങ്ങളുടെ ജോലി നോക്കും എന്ന് തന്നെയാണോ പറഞ്ഞത്? അതാണോ ഒരു ഭരണാധികാരി പറയേണ്ടത്? അതല്ല ഒരു ഭരണാധികാരി പറയേണ്ടതെന്ന വ്യക്തമായ ബോധ്യത്തിൽ നിന്നാണ് വി രാജേഷ് ഈ പദവിക്ക് അർഹനല്ല എന്നും പ്രതിപക്ഷം ആഞ്ഞു പിടിച്ചാൽ രാജേഷിനെ തൂക്കി ദൂരെ കളയാൻ പറ്റുമെന്നും ഞാൻ പറയുന്നത്. പ്രതിപക്ഷത്തിന് ഇന്നലത്തെ സമരം എന്തിനു വേണ്ടിയായിരുന്നു? പ്രതിപക്ഷം ഇന്നലെ സമാധാനപരമായിട്ടല്ലേ സമരം ചെയ്തത്? മേയറുടെ ക്യാബിനിലേക്ക് കയറാൻ 2 വഴികളില്ലേ? അതിലൊരു വഴിയല്ലേ പ്രതിപക്ഷ നിര ഉപരോധിച്ചുള്ളൂ. ആ വഴിയിൽ കൂടെ തന്നെ പോയി അവരെ ചവിട്ടിമതിച്ച് മാറടാ, എണീറ്റ് പോടാ എന്ന് വെല്ലുവിളിച്ച് ഞാനും ഒരു അക്രമിയാണ്, ഞാനും സമരമൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി ധാർഷ്ട്യം കാണിച്ചത് ആരാണ്? പ്രശ്നമുണ്ടാക്കിയത് ആരാണ്? പരിക്ക് കൂടുതലേറ്റത് ആർക്കാണ്? ഈ മേയർ തന്നെയല്ലേ, കാലൊടിഞ്ഞു എന്ന് പറയുന്ന മേയർ തന്നെയല്ലേ ചേംബറിൽ കയറി ഇരുന്ന് കൃത്യമായി അവിടെ കാര്യങ്ങൾ പറഞ്ഞത്, മാധ്യമപ്രവർത്തകരെ കണ്ടത്? അതിനെല്ലാം നേതൃത്വം കൊടുത്തത് മേയറല്ലേ? ഇപ്പോൾ അയാളുടെ കാലൊടിഞ്ഞു എന്ന് പറഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു. ഇതൊക്കെ ആരുടെ കണ്ണിൽ പൊടിയിടാനാണ്? ആരുടെ കണ്ണിൽ അല്ല. ഇനി നിങ്ങൾ അതിനും പറയുമ്പോൾ തിരുവനന്തപുരം ഭരിച്ച CPM മേയർമാർ ഇങ്ങനെയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെയൊക്കെ. എടോ, അതല്ലേ പറയുന്നത്? അവർ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അതിനൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കുമല്ലോ തിരുവനന്തപുരം നിവാസികൾ നിങ്ങൾക്ക് വോട്ട് തന്ന് വിജയിപ്പിച്ചത്. ഭൂരിപക്ഷമില്ലെങ്കിലും പാട്ടൂർ രാധാകൃഷ്ണന്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ ഭരിക്കുന്നത് ഇല്ലേ? അപ്പോൾ നിങ്ങൾ മാന്യതയും വ്യക്തിത്വവും, നിങ്ങൾ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ പറയുന്ന മുദ്രാവാക്യം മാനവസേവ മാധവസേവ എന്നൊക്കെ നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ടല്ലോ, അതെങ്കിലും പാലിക്കണ്ടേ? അതെങ്കിലും പാലിക്കേണ്ട സാമാന്യ മര്യാദ നിങ്ങൾ കാണിക്കണ്ടേ? നിങ്ങൾ എവിടത്തെ നീതിയാണ് നടപ്പിലാക്കുന്നത്? ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു, ശബരിനാഥ് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ നിരയും SP ദീപക് നേതൃത്വം കൊടുക്കുന്ന ഇടതുമുന്നണിയുടെ നിരയും ഒരുമിച്ച് ചേരുകയാണെങ്കിൽ പാട്ടൂർ രാധാകൃഷ്ണനെ കൂടി, പഴയ CPM-ഉം CITU ബന്ധമൊക്കെ ഉള്ള പാട്ടൂർ രാധാകൃഷ്ണനെ ഒന്ന് സംസാരിച്ച്, പാട്ടൂർ രാധാകൃഷ്ണൻ ഈ 2 മുന്നണിയിലെ നേതാക്കളെ നേരിട്ട് പോയി കാണുകയും ചെയ്തിരുന്നു. ഈ മേയർ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജയിച്ചു വന്നപ്പോൾ ആർക്ക് പിന്തുണ വേണമെങ്കിലും തരാമെന്ന് പോയി കണ്ടിരുന്നു. പക്ഷെ അവർക്ക് എണ്ണക്കുറവായതുകൊണ്ട്, കൗൺസിലർമാരുടെ എണ്ണം കുറവായതുകൊണ്ട് ഒറ്റയ്ക്ക് ഭരണം നടത്താൻ കഴിയുകയില്ല എന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ വരാതിരുന്നത്. പക്ഷേ ഈ ദുഷിപ്പ്, വി രാജേഷ് എന്ന് പറയുന്ന മേയറുടെ ഈ ദുഷിച്ച ഭരണം അവസാനിപ്പിക്കാൻ കോൺഗ്രസും CPM-ഉം ഒരുമിച്ച് ചേർന്നാൽ എന്താണ് കുഴപ്പം? അപ്പോൾ നിങ്ങൾ പറയുന്നു അടുത്ത തവണ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടുമെന്ന്. BJP ഭരിച്ച 6 മാസം കൊണ്ട് ഇങ്ങനെയാണ് എന്ന് നാട്ടുകാർ കണ്ടതാണല്ലോ. ഇത്ര വൃത്തികെട്ട ഭരണമാണ് മേയർ നടത്തിയതെന്ന് നിങ്ങൾ കണ്ടതാണല്ലോ. അങ്ങനെ കണ്ണുകൊണ്ട് കണ്ടിട്ടും കാതുകൊണ്ട് കേട്ടിട്ടും നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടും വീണ്ടും ഇമാതിരിയുള്ള യാതൊരു ഭരണ നൈപുണ്യവുമില്ലാത്ത, യാതൊരു വികസന ധാരണയുമില്ലാത്ത, യാതൊരു ബോധവുമില്ലാത്ത ആളുകളെ വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് ആളുകൾ വിജയിപ്പിക്കുമോ? അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തുകാരെ അമ്പേ പരാജയപ്പെട്ട ആളുകളാണെന്ന് വിളിക്കേണ്ടി വരില്ലേ? ഏതായാലും തിരുവനന്തപുരം നഗരസഭ കടുത്ത പ്രതിസന്ധിയിൽ തന്നെയാണ്. ഭരണ പ്രതിസന്ധി രൂക്ഷമാണ്. അതിനകത്ത് അത് എടുത്തു പറയുന്നതിൽ എനിക്ക് ഒരു മടിയുമില്ല. അത് അങ്ങനെ തന്നെയാണ്. ശ്രീ SP ദീപക്കും KS ശബരിനാഥും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ വി രാജേഷിനെ നിലയ്ക്ക് നിർത്താൻ കഴിയും, അല്ലെങ്കിൽ പിടിച്ച് പുറത്താക്കാനും കഴിയും എന്നതിൽ എനിക്ക് ഒരു ബോധ്യക്കുറവുമില്ല. കൃത്യമായി അത് നടക്കും. പക്ഷേ അതിന് ചില രാഷ്ട്രീയ ധാരണകൾ വേണ്ടിവരുമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആ രാഷ്ട്രീയ ധാരണകൾ രാഷ്ട്രീയ ധാരകൾ ഒപ്പം ചേരാനുള്ള സമയം തിരുവനന്തപുരത്ത് അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഞാൻ ചൂണ്ടിക്കാട്ടുകയാണ്.